നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പടക്കപ്പലുകൾ ഒരറ്റത്ത് യുദ്ധസജ്ജമായി നിൽക്കുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിൽ ഭീഷണി ഉയർത്തി USS ജെറാൾഡ് ആർ ഫോർഡും. അറബിക്കടലിൽ ഇറാന്റെ ചലനങ്ങൾ ഒളിഞ്ഞുനോക്കി USS എബ്രഹാം ലിങ്കനും വല വിരിച്ചു കഴിഞ്ഞു. അമേരിക്ക സൈനിക സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ലോകശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിയില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നതോടെ ആണവായുധം ഉണ്ടാക്കും എന്ന സൂചന തന്നെയാണ് ഇറാൻ തരുന്നത്. ലോകശക്തികൾ നമ്മെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്നു, എന്നാൽ അവർ സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ നാം തലകുനിക്കില്ല എന്ന് പെസഷ്കിയാൻ പറയുകയും ചെയ്തു. ഇറാന്റെ ഹ്രസ്വദൂര മധ്യദൂര മിസൈലുകൾ, മിസൈൽ സംഭരണശാലകൾ, ആണവ നിലയങ്ങൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം എന്നിവയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അമേരിക്കൻ ആക്രമണമുണ്ടായാൽ മേഖലയിലെ എല്ലാ US താവളങ്ങളും സൗകര്യങ്ങളും തങ്ങളുടെ ലക്ഷ്യമാകുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ മിഷനും മുന്നറിയിപ്പ് നൽകി. 2025 ജൂണിൽ നടന്നതുപോലെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കില്ല ഇതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം അർമേഡയുമായി ഇറാനെതിരായ സൈനിക നീക്കം ശക്തമാക്കുന്നതിനോടൊപ്പം ചർച്ചകളും തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത് അതീവ രഹസ്യമായ നീക്കങ്ങളെന്ന് റിപ്പോർട്ട്. അണുബോംബ് ഉണ്ടാക്കില്ലെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ഇറാന് കഴിയണം. എങ്കിൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ ട്രംപ് അനുമതി നൽകും. അതല്ല, അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഇറാൻ വഴങ്ങുന്നില്ല എങ്കിൽ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയെ വധിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഖമനേയിയുടെ മകൻ മുസ്താബ, പുരോഹിത നേതൃത്വത്തിലെ മറ്റു പ്രമുഖർ എന്നിവരെ വകവരുത്താനാണ് ട്രംപിന്റെ നീക്കം. നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ടെന്ന് ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി പറയുമ്പോഴും ഇറാനിൽ ഭരണകൂട മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു സൈനിക നീക്കത്തിൽ നിന്ന് ട്രംപിനെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല എന്നാണ് സൂചന. ആദ്യം ട്രംപിനും പിന്നെ അമേരിക്കൻ ജനതയ്ക്കും ആണവ പദ്ധതിയെയും യുറാനിയം സമ്പുഷ്ടീകരണത്തെയും കുറിച്ചുള്ള ഇറാന്റെ വിശദീകരണം വിശ്വസനീയമാകണം എന്നതാണ് ട്രംപിന്റെ പക്ഷം. കൃത്യമായ ഉറപ്പ് തരാൻ ഇറാന് കഴിഞ്ഞില്ലെങ്കിൽ യുദ്ധം നേരിടേണ്ടി വരും. യുദ്ധമാണോ സമാധാനമാണോ, അതോ ആയത്തുള്ള ഖമനേയിയും അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായ മകനെയും മുല്ലമാരെയും വധിക്കുക എന്ന ഓപ്ഷനാകുമോ ട്രംപ് സ്വീകരിക്കുക എന്ന് അറിയില്ലെന്നും US ഉന്നതൻ പറയുന്നു. ഇറാന് താൻ 10 ദിവസം നൽകുന്നുവെന്നും അതിനകം അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആക്രമിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. വൻതോതിലാണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും സന്നാഹങ്ങളും ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഇതിനകം എത്തിച്ചിരിക്കുന്നതും. സൈനിക സന്നാഹം ശക്തമാക്കിയതിനാൽ ചർച്ചകളിലൂടെ കരാറിലെത്തുമെന്ന് കരുതാൻ വയ്യെന്നും യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നുമാണ് ഇസ്രയേലിന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും വിലയിരുത്തൽ. ഇറാഖ് അധിനിവേശത്തിനു ശേഷം അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക സന്നാഹമാണ് ഇതെന്നതാണ് കാരണം. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇസ്രയേലും ഒപ്പം ചേരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ശനിയാഴ്ചയോടെ ഇറാനെ ആക്രമിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് എങ്കിലും ട്രംപിന്റെ അന്തിമ അനുമതി ലഭിക്കാത്തതിനാൽ ആക്രമണം നീണ്ടുപോകുന്നു എന്നായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് 2 വട്ട ചർച്ചകൾ പൂർത്തിയാകുമ്പോഴും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആണവായുധത്തിനല്ല, രാജ്യത്തിന്റെ പുരോഗതിക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരണം മാത്രമാണ് നടക്കുന്നതെന്നാണ് ഇറാന്റെ വാദം. 15 ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെ നിബന്ധനകൾക്ക് കീഴടങ്ങണമെന്നും ആണവ കരാറിൽ ഒപ്പിടണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ വെറും ടോക്കൺ അളവ് മാത്രം അനുവദിക്കാമെന്ന അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനം ഇറാൻ പക്ഷേ പുച്ഛിച്ചു തള്ളിക്കളയുകയാണ്. സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും തങ്ങൾ കൈവരിച്ച നേട്ടങ്ങളെ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്നും എന്നാൽ ഏതെങ്കിലും വിദേശ ശക്തികൾ അതിൽ കടന്നുകയറാൻ ശ്രമിച്ചാൽ അവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കയുമായി നടത്തിയ ചർച്ചകൾ പ്രതീക്ഷാവഹമാണെന്നും സുപ്രധാന തീരുമാനങ്ങളിലേക്ക് എത്തുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. എങ്കിലും US ഇതിനോട് അനുകൂല പ്രതികരണം നടത്തിയിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ലെന്ന നിലപാട് USനില്ല എന്ന് അവകാശപ്പെട്ട അരാഗ്ചി യുറേനിയം സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ സമ്മതിച്ചു എന്ന വാർത്തകളെല്ലാം തള്ളിക്കളഞ്ഞു. സമാധാനപരമാണ് ഇറാന്റെ പദ്ധതി, അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുമെന്നാണ് അറാഗ്ചി പ്രതികരിച്ചത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ ചുരുങ്ങിയ കാലയളവിൽ 32,000 പേർ കൊല്ലപ്പെട്ടതായി ആരോപിച്ചു. അത് അത്യന്തം ദുഃഖകരമായ സാഹചര്യമാണെന്നും ട്രംപ് പ്രതികരിച്ചു. ട്രംപിന്റെ പ്രസ്താവന തള്ളിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇറാനിൽ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ട് 3117 പേരുടെ സമഗ്രമായ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി.
ജനീവയിൽ നടന്ന പരോക്ഷ ചർച്ചകൾക്ക് പിന്നാലെ അമേരിക്കയ്ക്ക് മറുപടിയായി ഒരു കരട് നിർദ്ദേശം 2-3 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കാമെന്ന് അരാഗ്ചി അറിയിക്കുകയും ചെയ്തു. ചർച്ചകൾ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കൂടാതെ മരുമകൻ ജാരേഡ് കുഷ്ണർ എന്നിവരോടൊപ്പമായിരുന്നു. രണ്ട് പക്ഷങ്ങളും പ്രധാന മാർഗനിർദ്ദേശ തത്വങ്ങൾ സംബന്ധിച്ച് ധാരണയിലെത്തിയതായി അദ്ദേഹം സൂചിപ്പിച്ചുവെങ്കിലും അന്തിമ കരാർ അടുത്തിരിക്കുകയാണെന്ന് പറയാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പരിമിത സൈനികാക്രമണം പരിഗണിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അതെ, പരിഗണിക്കുകയാണ് എന്നാണ് ട്രംപ് മറുപടി നൽകിയത്. ന്യായമായ ഒരു കരാറിൽ അവർ ചർച്ച ചെയ്യേണ്ടതാണ് എന്നും ട്രംപ് പറഞ്ഞു. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ നിന്നും ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തു നിന്നും അമേരിക്കൻ സൈനികരെ ഒഴിപ്പിച്ചത് ഒരു സൂചന തന്നെയാണ്. ഇറാന്റെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണ പരിധിയിൽ നിന്ന് സ്വന്തം സൈനികരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിലൂടെ ഒരു വലിയ ആക്രമണത്തിനുള്ള കളമൊരുക്കുകയാണ് അമേരിക്ക. ജിബ്രാൾട്ടർ കടലിടുക്കിൽ വെള്ളിയാഴ്ച പ്രത്യക്ഷപ്പെട്ട USS ജെറാൾഡ് ആർ ഫോർഡ് വെറുമൊരു കപ്പലല്ല, അതൊരു നീങ്ങുന്ന സൈനിക താവളം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നിനെ പശ്ചിമേഷ്യൻ കടലിടുക്കുകളിലേക്ക് അയക്കുമ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാനെ ശ്വാസം മുട്ടിക്കാൻ തന്നെയാണ്. ഇതിനോടകം തന്നെ ഒമാൻ തീരത്തുനിന്ന് വെറും 300 മൈൽ അകലെ USS എബ്രഹാം ലിങ്കൺ നിലയുറപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ഈ ഇരട്ടപ്പടകൾ അറബിക്കടലിലും ഹോർമൂസ് കടലിടുക്കിലും വലവിരിക്കുമ്പോൾ ഇറാന്റെ സമുദ്ര വ്യാപാര പാതകളെ പൂർണ്ണമായും നിയന്ത്രിക്കുക എന്ന തന്ത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. എന്നാൽ സമുദ്രത്തിലെ ഈ കടന്നുകയറ്റങ്ങളെ നിസ്സാരമായി കാണാൻ ഇറാൻ തയ്യാറല്ല. തങ്ങളുടെ തദ്ദേശീയമായ അന്തർവാഹിനികളും അത്യാധുനിക ഡ്രോണുകളും ഉപയോഗിച്ച് ഏത് നിമിഷവും പ്രത്യാക്രമണം നടത്താൻ ഇറാൻ സൈന്യം സജ്ജമാണ്. സാമ്രാജ്യത്വത്തിന്റെ ഈ കടൽക്കരുത്തിനെ തകർക്കാൻ തങ്ങളുടെ കൈവശമുള്ള ആയുധശേഖരം മതിയെന്ന ബോധ്യം ഇറാനുണ്ട്. ആധിപത്യം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ഗർവും സ്വന്തം തീരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ പോരാട്ട വീര്യവും തമ്മിലുള്ള ഒരു വൻ പോരാട്ടത്തിന് പശ്ചിമേഷ്യൻ കടൽ തീരങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഒരു യുദ്ധം ആരംഭിച്ചാൽ അത് ഇറാന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നുറപ്പാണ്. ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയെയും അത് ചുട്ടുചാമ്പലാക്കും. ലോകത്തിന്റെ ഊർജ്ജസ്വരയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ ഇന്ധനവില കുതിച്ചുയരുകയും ആഗോള വിപണി തകരുകയും ചെയ്യും. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന വൻ പ്രത്യാഘാതങ്ങളുടെ തുടക്കമാകും. സമാധാനത്തിന്റെ ഒരു വാതിൽ കൂടി തുറക്കുമോ, അതോ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു അഗ്നിപരീക്ഷയിലേക്ക് പശ്ചിമേഷ്യൻ നീങ്ങുമോ? ഇതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.